ഹായ് ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വ്ളോഗാണ്. ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഹോസ്പിറ്റൽ വിസിറ്റാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മംഗലാപുരത്തേക്ക് പോകുന്നതാണ്. രാവിലെ തന്നെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. രാവിലത്തെ ട്രെയിനിന് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയാണ്. കാരണം അവിടെയാണ് കുട്ടികളെ കാണിക്കുന്നത്, അതുകൊണ്ട് പോകുന്നതാണ്. അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ ഒന്ന് മാളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. നമുക്ക് ഇവിടുന്ന് മംഗലാപുരത്തേക്ക് 2 മണിക്കൂറാണ്. ട്രെയിൻ ആണെങ്കിൽ, കാറാണെങ്കിൽ 4-4.5 മണിക്കൂർ. ഇപ്പം റോഡിൻ്റെ ഒക്കെ പണി നടക്കുന്നതുകൊണ്ട് 5 to 6 hours വരെയൊക്കെ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടാണ് നിർത്തുക. അതുകൊണ്ട് നമ്മൾ ട്രെയിൻ തന്നെയാണ് ചൂസ് ചെയ്യുക എപ്പോഴും. ട്രെയിനാകുമ്പോൾ കുട്ടികൾക്കും ക്ഷീണം ഉണ്ടാവില്ല. എനിക്ക് പൊതുവേ കാറിലൊക്കെ പോകുമ്പോൾ വോമിറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് ട്രെയിനാണ് നമ്മൾ അധികം ചൂസ് ചെയ്യുക. ട്രെയിനിലാകുമ്പോൾ പൊതുവേ നമുക്ക് ക്ഷീണം കുറവും, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നടക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ പാക്കറ്റ്സൊക്കെ വന്നപ്പോൾ കുട്ടികൾ അത് വാങ്ങിക്കാൻ വന്നപ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് കാസർഗോഡ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനൊരു തുരങ്കം വരുന്നുണ്ട്. പണ്ടൊക്കെ ഇതിൽ പോകുമ്പോൾ ഭയങ്കര അതിശയമായിട്ട് നോക്കലുണ്ട്. ഇപ്പോൾ കുട്ടികളങ്ങനെ നോക്കലുണ്ട്. ഇപ്പം എനിക്ക് ആ അതിശയമൊക്കെ മാറി. കാരണം അന്നൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. അന്ന് ലൈറ്റൊന്നും ഉണ്ടാവില്ല പൊതുവേ. ഇപ്പം ലൈറ്റൊക്കെ വന്നുകൊണ്ട് ആ ഇരുട്ടൊന്നും ഫീൽ ചെയ്യില്ല. എങ്കിലും നമുക്ക് ഭയങ്കര ഇരുട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യുക. ഇപ്പോൾ ട്രെയിനിലെല്ലാം ഈ ലൈറ്റും ഫാനൊക്കെ വന്നതിന് ശേഷം അങ്ങനെ ഒരു ഇരുട്ട് അറിയപ്പെടുന്നില്ല. പിന്നെ ട്രെയിനിൽ യാത്ര പോകുമ്പോൾ റാഹാക്ക് പിന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് റാഹ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ എന്തൊക്കെയോ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റീനു ആദ്യമായിട്ട് കാണുന്നുണ്ട് തന്നെ. റീനുവിന് ഭയങ്കര കൗതുകമായി. അതൊക്കെ നോക്കി അവരെ കാർട്ടൂണൊക്കെയാണ് ഉണ്ടായത്. അതിനകത്ത് കീ ചെയിൻസാണ്. അതൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ റാഹാൻ്റെ പാട്ടൊക്കെ പാടാൻ തുടങ്ങി. റാഹാക്ക് പാട്ടൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഇത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനാണ്. അവിടുന്ന് പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയെ കാണുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് എന്തായിട്ടും ലൈക്കൊക്കെ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അവിടുന്ന് നേരെ പോയിട്ട് ഓട്ടോക്ക് നമ്മൾ ക്യൂ നിന്നിട്ട് വേണം, ബുക്ക് ചെയ്തിട്ട് വേണം ഓട്ടോയിൽ കയറിയിട്ട് വരാനും. അങ്ങനെ ഇന്ത്യാന ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കുട്ടികളെ കാണിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു മിനി പാർക്കൊക്കെ ഉണ്ട്. അവരവിടുന്ന് എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾക്ക് തന്നെ ചെറിയ പാർക്ക് കണ്ടാൽ തന്നെ അവരത് എൻജോയ് ചെയ്യും. അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടറൊക്കെ കാണിച്ചതിന് ശേഷം പുറത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അവരെന്തെങ്കിലും വാങ്ങിത്തരുമെന്നൊക്കെ ചോദിച്ച് കളിക്കുകയാണ്. അപ്പം മെഡിസിനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മെഡിസിനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു കുറേ ടൈമായിട്ട്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ടയേർഡ് ആയതുകൊണ്ട് തന്നെ അവിടെ പുറത്ത് തന്നെ ഒരു ഇളനീരൊക്കെ വിൽക്കുന്ന ആളുണ്ടായിരുന്നു. അങ്ങനെ ഇളനീരൊക്കെ കുടിച്ചൊന്ന് ഫ്രഷപ്പായി. അത് കുടിക്കുമ്പോൾ തന്നെ അവരെ വയറൊക്കെ ഫുള്ളായിട്ടുണ്ടായിന്. അങ്ങനെ നേരെ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് നേരെ പിസ്സ ഫോറം മാളിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ മംഗലാപുരത്തെ തന്നെ ഏറ്റവും വലിയ മാളാണ് കേട്ടോ പിസ്സ ഫോറം മാൾ. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പുറത്ത് കണ്ടതാണ് ഇങ്ങനെ ഒരു ഫിഷിങ്ങിൻ്റെ ഇതൊക്കെ ആക്കിയിട്ട്. അവർ മെയിനായിട്ടുള്ള ഒരു ഇതല്ലേ ഫിഷിങ്, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കാഴ്ച വെച്ചിട്ടുണ്ടാക്കൽ ഫിഷിങ്ങിൻ്റെ. എന്തെങ്കിലും നാഷണൽ ഡേയ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവരതിന് തീമൊക്കെ പുറത്ത് സെറ്റ് ചെയ്യുന്നത് കാണലുണ്ട്. അത് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. അത് അവിടെ ഒരു ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. അവർ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം കുറേ കുട്ടികൾ വേറെയും കുട്ടികൾ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഉള്ളിലേക്ക് കടന്നപ്പോൾ കുറേ ഷോപ്സ് കാണാം. H&M, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഷോപ്സിലൊക്കെ വെറുതെ ഒന്ന് കാണാം. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അവരവിടെ പുറത്ത് തന്നെയുള്ള. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഒരു ഷോപ്പിൽ H&Mൽ കയറി വെറുതെ ഒന്ന് ഷോപ്പൊക്കെ കണ്ട് ഓഫേഴ്സൊക്കെ ഉണ്ടോ നോക്കി. ഒന്നും കാര്യമായിട്ട് ഓഫേഴ്സൊന്നും ഇല്ല. കാരണം ഇത് ഒരു സീസൺ ടൈം അല്ലല്ലോ. സീസൺ ടൈമൊക്കെ ആണെങ്കിൽ നല്ല ഓഫേഴ്സ് ഉണ്ടാവലുണ്ട്. അതിന് ഓഫേഴ്സൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് ഡ്രസ്സും മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ ഇങ്ങനെ വെറുതെ കണ്ടു. പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോൾ കുട്ടികളിങ്ങനെ ഭയങ്കര അതിശയത്തോടെ നോക്കിയായിരുന്നു. അപ്പോൾ അത് അവിടെ ഉണ്ടായ ഒരു ട്രെയിനിൻ്റെ സൗണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ മാളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന പൊതുവേ കാണില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് അവരങ്ങനെ എൻജോയ് ചെയ്ത് നോക്കുന്നുണ്ടായിന്. അങ്ങനെ അവിടുന്ന് നേരെ മുകളിലേക്ക് വീണ്ടും പോയി. അപ്പോൾ അവിടെ പുതിയതായിട്ട് സ്നോ ഫാൻറ്റസി ഒക്കെ വന്നിട്ടുണ്ടായിന്. അങ്ങനെ സ്നോ ഫാൻറ്റസി ഒക്കെ കണ്ട് അതിനുശേഷം വീണ്ടും
ഫുഡ് കഴിക്കേണ്ട ടൈമൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കുട്ടികൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ സെക്ഷൻ പോയി നോക്കി. പൊതുവേ ഈ മംഗലാപുരത്തെ ഫുഡ് നമുക്ക് മലയാളീസിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം കൂടുതൽ സ്പൈസി ആയിരിക്കും. അവരുടെ മസാല, അവരുടെ ഫുഡൊക്കെ വേറെ തന്നെയായിരിക്കും. നമ്മൾ ഫുഡുമായിട്ട് ഒട്ടും കമ്പയറിങ് അല്ല. വളരെ അടുത്തായിട്ടാണെങ്കിലും നമുക്ക് അവരുടെ ഫുഡ് ഒട്ടും എൻജോയ് ചെയ്യാൻ കഴിയില്ല. പിന്നെ കുറേ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ നല്ല ഫുഡൊക്കെ കിട്ടും. ഇവിടെ മാളിൽ അതൊന്നും അലൗഡ് അല്ല. മാളിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പിസ്സ, KFC, ബർഗർ അങ്ങനെ എന്തെങ്കിലും കഴിക്കേണ്ടി വരും. നമ്മൾ ഇവിടുന്ന് ഷവർമ്മയാണ് കഴിച്ചിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ വെസ്റ്റ് സൈഡിൻ്റെ ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. വെസ്റ്റ് സൈഡിൻ്റെ ക്രോക്കറി സെക്ഷൻസിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. കാണേണ്ട കളക്ഷൻസാണ്. വളരെ റേറ്റും കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹോം സെൻറ്ററിനൊക്കെ അപേക്ഷിച്ച് ഇവിടുത്തെ കളക്ഷൻസ് നോക്കുമ്പോൾ റേറ്റ് കുറവ് തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അത് ഇത്തവണ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണിച്ചു തരാനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം റേറ്റൊക്കെ വളരെ നോർമൽ റേറ്റാണ് സാധനത്തിന്. എന്തൊക്കെയോ ഹോം ആക്സസറീസും കിച്ചൺ ആക്സസറീസും എന്തൊക്കെയല്ലോ ഉണ്ട്. പൊതുവെ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ഇതിൽ കാണുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പീസസൊക്കെ ഉണ്ട്. എന്തായിട്ടും ഇഷ്ടപ്പെട്ട് വാങ്ങാനുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരുപാട് പീസസ് ഉണ്ട്. ഇൻഡോർ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഡെക്കറേഷൻ പീസസ് ഒക്കെ ഉണ്ട്. ബെഡ്ഷീറ്റ്സും അവർ എന്തെല്ലോ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവർ സ്റ്റാഫ് വന്നിട്ട് നോക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് അവരൊന്ന് ചിരിച്ചിട്ടൊക്കെ പോയി. അവരുടെ ഭാഷ ഒട്ടും നമുക്ക് മനസ്സിലാക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. അപ്പോൾ അവർ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിന്. അപ്പോൾ നല്ല നല്ല പീസസൊക്കെ ഉണ്ട്. എന്തായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇത് തന്നെയാണ്. അതിനുശേഷം ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ കുറേ ഷോപ്സ് വീണ്ടും ഉണ്ട്. അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ വരുമ്പോൾ കുട്ടികൾ വീണ്ടും അതൊക്കെ നോക്കി നിൽക്കുകയാണ്. കുറേ ഷോപ്സ് ഉണ്ട്. ചൈനീസ് ഷോപ്സും എല്ലാം ഉണ്ട് താഴെ. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് കീഞ്ഞിട്ടുണ്ട്. അവിടുന്ന് കുട്ടികൾ വിശക്കുന്നെന്ന് പറഞ്ഞപ്പം അവർക്ക് കേക്കും കൊടുത്ത് കോഫിയൊക്കെ കുടിച്ച് അവർ നല്ല ഉറക്കത്തിലായി. അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും തിരിച്ചു വരികയാണ്. രാത്രി ആവാനായിട്ടുണ്ട്. തിരിച്ചെത്തുമ്പോൾ ഇത് ട്രെയിനിൽ കണ്ടൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തതാണ്. അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡേ ഇൻ മൈ ലൈഫായിട്ടും വ്ളോഗായിട്ടും ഒക്കെ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്